6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ വാർഷിക പരീക്ഷ നാളെ ആരംഭിക്കുകയാണ്. അത് SSLC +2 ക്ലാസ്സുകളുള്ള സ്കൂളുകളിൽ നാളെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷാണല്ലോ നിങ്ങൾക്ക് നാളെ എല്ലാം നോക്കുന്നത്. നാളെ ഞാൻ കേരള അതല്ല അടിസ്ഥാന പാഠാവലി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ തുടർ ക്ലാസ്സുകൾ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 28-ാം തീയതിയാണ് നിങ്ങൾക്ക് കേരള പാഠാവലി ക്ലാസ്സുകൾ. അപ്പോൾ കേരള പാഠാവലിയുടെ എക്സാം. അപ്പോൾ അന്ന് അതായത് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകദേശ രൂപം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് മാത്രം. പിന്നെ അങ്ങോട്ട് നമ്മുടെ മലയാളം അതായത് അടിസ്ഥാന പാഠാവലിയുടെ പാഠങ്ങൾ നമുക്ക് തീരാനുണ്ടല്ലോ, അതിൻ്റെ പരീക്ഷകൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ പരീക്ഷ നമുക്കിനി 11/3 അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകൾ തീർക്കാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളും ഉണ്ട്. അപ്പോൾ മറ്റു വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാനോടൊപ്പം തന്നെ മലയാളം അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം വീഡിയോ നിങ്ങൾ കാണുക. ഇടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഈ വിഷയം. സാധാരണ സ്കൂളുകളിൽ, അതായത് UP മാത്രമുള്ള സ്കൂളുകളിൽ ഈ വിഷയമില്ല. അവർക്കിപ്പം ക്ലാസ്സുകളാണ് നടക്കുന്നത്. അപ്പം വീഡിയോസ് ഞാൻ ഇടുകയാണ്. നിങ്ങളുടെ വിഷയം ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ വരാനിരിക്കുന്ന വിഷയം മാത്രം പഠിച്ചിട്ട്, അപ്പോൾ നാളെ ഉള്ളൂ. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് മലയാളം കേരള പാഠാവലിയാണ് വരുന്നത്. അത് പിന്നെ എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ 28-ാം തീയതി കേരള പാഠാവലി തുടങ്ങും. അത് കഴിഞ്ഞ് 11/3 അടിസ്ഥാന പാഠാവലി. അപ്പോൾ അന്നത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനിടയ്ക്ക് മറ്റ് വിഷയങ്ങൾ വരുന്നുള്ളത് കൊണ്ട്. അപ്പം എന്തായാലും ഞാൻ ക്ലാസ്സുകൾ നാളെ മുതൽ തുടർച്ചയായിട്ട് ഇടുന്നുണ്ട്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുടെ ഇതുകൊണ്ട് മലയാളം കേരള പാഠാവലിയുടെ അല്ലാതെ തുടർച്ചയായിട്ട് നാളെ മുതൽ അടിസ്ഥാന പാഠാവലിയുടെ തീരാനുള്ള വിഭാഗങ്ങളാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷ എല്ലാവരും നല്ല വിധത്തിൽ നല്ല രീതിയിൽ എല്ലാവർക്കും A+ ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാഠഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് വെക്കേഷൻ ആണല്ലോ. ആ വെക്കേഷൻ ടൈമിൽ നമുക്ക് പാഠഭാഗങ്ങളൊന്നും ഇടാൻ സാധിക്കില്ല. എങ്കിൽ പോലും ലതാ സജ്ജു വേൾഡിൻ്റെ ഓരോ പിന്നെ വീഡിയോസ് ഉണ്ടായിരിക്കും. നമുക്ക് കുറേ ഇത് എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളന്ന് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ടൈമിൽ ഇട്ടില്ലേ, അതേപോലെ നല്ല നല്ല വിവരണങ്ങളും ചിത്രങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. നിങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. കാര്യം നമുക്ക് പാഠപുസ്തകങ്ങൾ അപ്പോൾ എടുത്ത് തൊടാൻ പറ്റില്ല. കാര്യം ഇനി അടുത്ത വർഷം 6ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാറ്റമാണ്. 6ാം ക്ലാസ് അല്ല, ഇപ്പം നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് 7 മാറിയ പുസ്തകം തന്നെയാണ്. അപ്പോൾ ചില ക്ലാസ്സുകളിലെ പുസ്തകവും മാറ്റമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ അറിയിപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ പാഠഭാഗങ്ങളായി വരുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഓക്കെ.